5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ശശി തരൂർ BJP ചേരുമോ എന്നുള്ള ഒരു വാർത്ത ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതിനിടയിലാണ് സെലിബ്രിറ്റികളെ നോട്ടമിട്ട് BJP വീണ്ടും വല വിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായി കേൾക്കുന്ന ഒരു സെലിബ്രിറ്റി തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും പ്രമുഖ നടിയായിട്ടുള്ള ദൃശ്യം പോലുള്ള സിനിമയിലൊക്കെ അഭിനയിച്ച് വളരെ മോഹൻലാലിനോടൊക്കെ അഭിനയിച്ച് വലിയ തോതിൽ താരമായി നിൽക്കുന്ന നമ്മുടെ മീനയാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുവാനുള്ള സാധ്യത കാണുന്നത്. മീന ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയായാലും അത്ഭുതമില്ല. അതെ, മീന ഇപ്പോൾ പല നേതാക്കളെയും BJPയിലെ പല നേതാക്കളെയും ഡൽഹിയിൽ പോയി കാണുന്നു. വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖറെ പോയി കണ്ടു കഴിഞ്ഞു. അവരുമായി നിൽക്കുന്ന ഫോട്ടോ മീന തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീന വളരെ വലിയ തോതിലാണ് ഇപ്പോൾ BJPയുമായി അടുത്തുകൊണ്ടിരിക്കുന്നത്. തെന്നിന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയം, നടന്മാരെയും നടികളെയും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള രാഷ്ട്രീയമാണ്. ജയലളിത ഒരു കാലഘട്ടം മുഴുവൻ തമിഴ്നാട്ടിലെ പുലി ആയി നിന്ന് തന്നെ രാഷ്ട്രീയത്തിലെ സിംഹവും പുലിയൊക്കെ ആയി നിന്ന് വളരെ വലിയ തോതിൽ രാഷ്ട്രീയത്തെ നയിച്ചിട്ടുള്ള തെന്നിന്ത്യ രാഷ്ട്രീയത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ നയിച്ചിട്ടുള്ള ജയലളിതയുടെ നാടാണ്. MGR അതുപോലെ തന്നെ മലയാളിയായി പാലക്കാടുകാരനാണെങ്കിൽ പോലും MGR വളരെ വലിയ MG രാമചന്ദ്രൻ MGR വളരെ വലിയ തോതിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ വിജയ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ശോഭിച്ചു നിൽക്കുന്നു. കമലഹാസൻ രാഷ്ട്രീയത്തിലുണ്ട്. നമ്മുടെ DMKയുടെ കരുണാനിധി അദ്ദേഹവും സിനിമാ രംഗത്ത് നിന്ന് പോയ ആളാണ്. അങ്ങനെ നിരവധി തമിഴ്നാട്ടിലെ നിരവധി ആളുകൾ, സിനിമാ രംഗത്തുള്ള നിരവധി ആളുകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ശോഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു പരീക്ഷണം നമ്മുടെ IPSകാരനെ കൊണ്ട് IPS സംസ്ഥാന BJP പ്രസിഡന്റായി IPSകാരനെ രാജിവെപ്പിച്ച് ഒരു പരീക്ഷണം തമിഴ്നാട്ടിൽ നടത്തി. പക്ഷേ അത് വേണ്ടത്ര വല്ലാതെ മുമ്പോട്ട് പോയില്ല. പിന്നെ അണ്ണാമലയെ കൊണ്ടുള്ള ഒരു പരിപാടികൾ നടത്തിയെങ്കിലും അണ്ണാമലയെ കൊണ്ട് വളരെ വേഗത്തിലേക്ക് പോകാൻ BJP എന്നാലും വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റി. BJPക്ക് അവിടെ നല്ല ഹൈപ്പ്, ഗ്രാമത്തിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ അണ്ണാമല IPSൻ്റെ BJP പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് കഴിഞ്ഞു. എന്നാൽ പോലും ചില നമ്മുടെ AIDMK ആയിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസത്തെയൊക്കെ തുടർന്ന് നമ്മുടെ അമിത്ഷാ തന്നെ നേരിട്ട് അവിടെ എത്തുകയും അദ്ദേഹത്തെ അണ്ണാമലയെ മാറ്റുകയും അണ്ണാമല കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകുമെന്നൊക്കെ ഉള്ള ഒരു അഭ്യൂഹം ഇപ്പോൾ കിടപ്പുണ്ട്. കാരണം അദ്ദേഹം IPSകാരനായതുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാകാനുള്ള സാധ്യതയാണ് അണ്ണാമലയുടെ കാര്യത്തിൽ കാണുന്നത്. അങ്ങനെ അണ്ണാമല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അടുത്ത മുഖമാര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ മീനയെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മീന വളരെയധികം സ്വീകരിക്കപ്പെടുന്നൊരു നടിയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത അമിത്ഷായുടെ അടുത്ത തന്ത്രം, അടുത്ത മാസ്റ്റർ പ്ലാൻ, അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് തമിഴ്നാട്ടിൽ വിജയിക്കുമോ എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. അങ്ങനെ അവിടെ വന്നാൽ ചിലപ്പോൾ അത് കേരളത്തിലും വന്ന് വലിയ തോതിൽ കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ശോഭന ആൾറെഡി BJPയുമായി വലിയ ബന്ധം വെച്ചു. ശോഭനയ്ക്ക് പത്മശ്രീ അടക്കമുള്ളത് കിട്ടി. ശോഭന വലിയ തോതിലാണ് BJPയുടെ വേദികളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നടികൾ ഇപ്പോൾ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംവിധായകൻ സുരേഷിനെ പോലുള്ള ആളുകൾ, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് ഈ സിനിമയുമായി. വിജയ് തമ്പി, അങ്ങനെ കുറേയധികം ആളുകൾ സിനിമാ രംഗത്ത് നിന്ന് BJPയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതുപോലെ മേനക സുരേഷും BJP വേദികളിലൊക്കെ പല പരിപാടികളിലും പോകാറുണ്ട്. ജലജ, സിനിമാ നടി ജലജ പല പരിപാടികൾ, പക്ഷേ അവരൊന്നും സജീവമായ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നില്ല. എന്നാൽ ഒരു താല്പര്യം പല ആളുകളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് തന്നെ മീന ഇറങ്ങുകയാണ്. മീന വരുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യും, BJP രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള പ്രവർത്തനങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു തമിഴ്നാട്ടിൽ. അതിൽ അണ്ണാമലയെ വെച്ചാണ് ആദ്യത്തെ ഓപ്പറേഷൻ നടത്തിയതെങ്കിൽ ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന് സിനിമാ നടിയെ തന്നെ നേരിട്ട് കൊണ്ടുവന്നുകൊണ്ടുള്ള രണ്ടാമത്തെ ഓപ്പറേഷൻ താമര, ഓപ്പറേഷൻ ലോട്ടസിലേക്ക് കടന്നു കഴിഞ്ഞു BJP. അതും ഡൽഹി വഴി വരുന്നു എന്നുള്ളതാണ് വളരെ പ്രത്യേകത. ഈ നേതാക്കളൊക്കെ സംസ്ഥാനം വഴി മുകളിലോട്ട് പോകാതെ ഡൽഹിയിൽ പോയി തയ്യാറെടുപ്പുകളൊക്കെ നടത്തി, ആവശ്യമായ ചർച്ചകളൊക്കെ നടത്തി, നമുക്ക് വേണ്ട പൊസിഷനിലെല്ലാം ഉറപ്പിച്ച് അങ്ങനെയാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ വരുമ്പോൾ ഇനി മന്ത്രിയാകുമോ അതോ ഗവർണറാകുമോ അതോ മുഖ്യമന്ത്രിയാകാനായിട്ട് തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും കനിമൊഴിക്കൊക്കെ ശക്തമായ ഭീഷണി ഉയർത്തിക്കൊണ്ട് DMKയിലെ കനിമൊഴിക്കൊക്കെ അതിശക്തമായ ഭീഷണി ഉയർത്തിക്കൊണ്ട് മീന രംഗപ്രവേശം ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും അവസാനമായി സിനിമാ ലോകത്തും രാഷ്ട്രീയ രംഗങ്ങളിലും വല്ലാതെ വൈറലാകുന്നത്.